ഹായ് ഫ്രണ്ട്സ്, നാളുകളായി നമ്മൾ വലയായിട്ട് ഇറങ്ങിയിട്ട്. അപ്പം ഇന്നിവിടെ രാവിലെ തൊട്ട് പൊരിഞ്ഞ മഴ എന്ന് വെച്ചാൽ പൊരിഞ്ഞ മഴയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു തോർച്ചുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ 2 വലയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളുടെ പിസാട്ടിങ് വലയുണ്ട്, പിന്നെ നമ്മൾ അമ്പർലാട്ടിങ് വലയുണ്ട്. 2 വല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വലകളൊക്കെ വെള്ളം നനഞ്ഞിട്ട് മാസങ്ങളായി, ചിലപ്പോൾ വർഷമായി ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഫിഷിംഗ് കണ്ണിൻ്റെ പുറകെ ആയിരുന്നു. നമുക്ക് മീനെ ഷൂട്ട് ചെയ്ത് പിടിക്കുന്ന ഒരു ക്രേസ്, അതിൻ്റെ പുറകെയാണ് നമ്മളിപ്പോൾ കുറച്ച് ആളായിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും മഴ പെയ്ത് വെള്ളമൊക്കെ കലങ്ങി മീനൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ വീണ്ടും മീൻപിടുത്തം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് വലയായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുറേ കാലമായിട്ട് വല വീശലുകൊണ്ട് തന്നെ നമ്മൾ വല വീശലിൻ്റെ ഇതൊക്കെ നമ്മൾ മറന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീശലിൻ്റെ ഒരു പകുതി പോലും വല വിരിഞ്ഞില്ല. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വല വീശുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഓർത്ത് വയ്ക്കാറുണ്ട്. വല എടുക്കുമ്പോൾ ഇവിടെ നിന്ന് എടുക്കണം, ഇത്ര ഹൈറ്റിൽ പിടിക്കണം, ആദ്യത്തെ മണി ഇവിടെ നിന്ന് തുടങ്ങണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് വയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മറന്നുപോയി. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വല വീശി പഠിച്ചിട്ടുള്ള മെത്തേഡ്, ഒരുപാട് വീശിയിട്ടുള്ള ഒരു മെത്തേഡിൽ അങ്ങോട്ട് വീശണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വല നമ്മൾ നല്ലോണം വീശാറിയുന്ന ഒരാളെ കൊണ്ട് വീശിപ്പിച്ചിട്ട് നമ്മളതിൻ്റെ ഒരു വീഡിയോ എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ട് വെള്ളത്തിൽ വിരിഞ്ഞ് കാണണം നമുക്ക് ആഗ്രഹമുണ്ട്. വല നമുക്ക് അടുത്തേക്ക് വീശുന്ന സമയത്തൊക്കെ നമുക്കിത് വീശാൻ പറ്റും, വലിയ തരക്കേടിൽ തന്നെ വീശാൻ പറ്റും. പക്ഷേ കുറച്ച് അകലേക്ക് വീശുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് ആയിട്ടില്ല നമ്മൾ വീശാൻ. പിന്നെ നമ്മളൊരു ചൈനീസ് വല നമ്മൾ വല വെട്ടി വെച്ചിട്ട് 6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അത് ഇനി ജോയിൻ്റ് അടിച്ച് അതിൻ്റെ ചേട്ടാടി കെട്ടി കളച്ച് നമുക്ക് പണി കുറച്ചുണ്ടാവുന്നത്. അപ്പോൾ നമ്മളത് പതിയെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും മഴക്കാലമായിട്ട് നമുക്ക് വേറെ മീൻപിടുത്തങ്ങളൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ആ വല ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ റിങ്, ചൈനീസ് വലയുടെ ആ റിങ് നമ്മൾ വുഡ് വെച്ച് ചെയ്യണോ അതോ പ്ലാസ്റ്റിക്, ഇനിയിപ്പോൾ ഇരുമ്പ് മെറ്റൽ വെച്ച് ചെയ്യണോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റൊക്കെ പ്രശ്നമാണ് ആ റിങ്ങിൻ്റെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ ഒരു വീഡിയോ എന്തായാലും നമ്മൾ ഇടുക അതിൻ്റെ. അപ്പോൾ നമുക്ക് ചൈനീസ് വല വാങ്ങിക്കുന്ന ചൈനീസ് വലകളുടെ കാര്യം എനിക്കറിയില്ല. എന്തായാലും വലിയ ഗുണനിലവാരം ഉണ്ടാകാൻ ചാൻസ് കുറവാണ്, പെട്ടെന്ന് നാശമാവും. അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം, നമ്മുടെ സാധാരണ ഇതുപോലെയുള്ള വലകൾ പോലെ. അപ്പം അങ്ങനെ ഒരു വല നമുക്ക് ആർക്കും എളുപ്പത്തിൽ വീശാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പിസ്സ വെട്ടിങ് മെത്തേഡിൻ്റെ ഒരു സാധാ പിസ്സ വെട്ടിങ് മെത്തേഡൊന്നും, പിന്നെ ഒരു അഡ്വാൻസ് ഒരു പിസ്സ വെട്ടിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോനെ ഒരുവിധം നല്ല രീതിയിൽ തന്നെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഇന്നത്തെ വല വീശിൽ നമുക്ക് ആകെ 2 പൊടിമീനാണ് കിട്ടിയത്. ആ പൊടിമീനെ നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടു, എന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ കൂടുതൽ വല വീഡിയോസ് നമുക്ക് കൂടുതലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നത് ഈ വീശുവലയുടെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മീനുകളൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മുടെ വലകളൊന്നും നനയ്ക്കണമല്ലോ, അത് ഉദ്ദേശിച്ചിറങ്ങിയതാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്ന നമ്മുടെ വീഡിയോ ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് കൂടുതൽ വല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ മഴക്കാലത്ത് മീൻ പിടിക്കുമ്പോൾ സേഫായി എല്ലാവരും മീൻ പിടിക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. നമ്മളുടെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്.